സഫ്യതയുടെയും അസഫ്യതയുടെയും ഇടയിൽ ഒരു ലക്ഷ്മണ രേഖയുണ്ട്. അതുപോലെ തന്നെയാണ് കീർത്തിയുടെയും ദുഷ്കീർത്തിയുടെയും ഇടയിലും. ഇത് തന്നെയാണ് പ്രശസ്തിയിലും കുപ്രസിദ്ധിയിലും. എല്ലാവർക്കും ഉള്ളാലെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് പ്രശസ്തി. പറയുമ്പോൾ എല്ലാവരും പറയും എനിക്ക് വലിയ താല്പര്യമില്ലെന്ന്. ചില അവാർഡ് ജേതാക്കളുടെ കാര്യം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവാർഡിന്റെ കാര്യത്തിൽ അവർ ഒരിക്കൽ മാത്രമേ സത്യം പറയുള്ളൂ. അവർക്ക് അവാർഡ് ലഭിച്ച ഉടനെ മാധ്യമക്കാരുടെ ചോദ്യത്തിന് ഉത്തരം പറയും, ഇതിന് ഞാൻ അർഹനൊന്നുമല്ല, എനിക്കതിനുള്ള കഴിവൊന്നുമില്ലെന്ന്. അത് മാത്രമാണ് സത്യം. കാരണം തലേ ദിവസം വൈകുന്നേരം വരെ അവാർഡ് നിർണയ കമ്മിറ്റിക്കാരുടെ കാല് പിടിച്ച് നടന്ന് ഇരന്ന് വാങ്ങിയതാണെന്ന സത്യം അവർ തന്നെ പറയുന്നു. ഇയാൾക്കും കമ്മിറ്റിക്കാർക്കും മാത്രമേ അതിന്റെ ഗുഡൻസ് അറിയാവൂ. അങ്ങനെയെങ്കിലും ഒരു സത്യം അവർ തുറന്നു പറഞ്ഞല്ലോ. പ്രശസ്തിക്ക് വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യും. സൽപ്രവർത്തികളിലൂടെ പ്രശസ്തി നേടുന്ന ഒരുപാട് പേരുണ്ട്. നന്മ മരം ചമഞ്ഞ് പണം ഉണ്ടാക്കി പ്രശസ്തി നേടുന്ന കള്ളനാണയങ്ങളും ഈ കൂട്ടത്തിലുണ്ട്. അവരുടെയൊക്കെ മേഖലയിൽ ജോലി ചെയ്ത് ശോഭിച്ച് പ്രശസ്തി നേടുന്നവരെക്കാൾ കൂടുതൽ ഒരു ജോലിയും ചെയ്യാതെ വേഷം കെട്ടി അത് നേടുന്നവരാണ്. അതിൽ ഒരാളായിട്ടാണ് ബോബി ചെമ്മണ്ണൂരിനെ ഞാൻ കാണുന്നത്. നാട്ടുകാരുടെ ഇടയിൽ സംസാര വിഷയമാകാൻ വേണ്ടി എന്ത് പറയും, എന്ത് പ്രവർത്തിക്കും. നാണമില്ലാത്തവരുടെ ആസനത്തിൽ ആലുകളെത്താൽ അത് ഒരു തണലാണെന്ന ഒരു പ്രയോഗം നമുക്കിടയിലുണ്ട്. അതാണ് നമ്മുടെ ആളുകൾ ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നതെങ്കിലും എനിക്ക് ആ ഒരു അഭിപ്രായമില്ല. പക്ഷേ അങ്ങനെ നടന്നാണ് ഇപ്പോൾ അഴിക്കുള്ളിലായിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ വെള്ളമൂശാനല്ല ഞാനിത് പറയുന്നത്. അയാളെ പറ്റി പൊതുവെ പൊതുജനം പുകഴ്ത്തി പറയുന്നത് അവാർഡ് കിട്ടിയ ഊള എന്നാണ്. അറസ്റ്റിന്റെ തെറ്റും ശരിയും ഞാൻ പറയുന്നില്ല. നിയമത്തിന്റെ വഴിയെ പോകട്ടെ. പക്ഷെ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതുപോലെ നാണമില്ലാത്ത ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഇട്ടാലും അതും അയാൾക്കൊരു തണലല്ലേ എന്നുള്ളത് സംശയമാണ്. ഇപ്പോൾ ചട്ടയും മുണ്ടും കൊടുത്താണ് അദ്ദേഹം നടക്കുന്നത്. ഇനി ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ അത് ഊരിക്കളഞ്ഞു വെറും ഷെഡി മാത്രം ഇട്ട് പുറത്തിറങ്ങി വന്നാലോ എന്നാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചത്. അല്ലെങ്കിൽ ചുരിദാറോ നൈറ്റിയോ ഇട്ടിറങ്ങിയാലും ആരും അത്ഭുതപ്പെടരുത്. നമ്മൾ ഒരാളെ ശിക്ഷിക്കുമ്പോൾ ഒന്നുകിൽ അയാൾക്ക് നാണം വേണം, അല്ലെങ്കിൽ അയാൾക്ക് മാനസാന്തരം ഉണ്ടാവണം. അങ്ങനെ തെറ്റുകളിൽ നിന്ന് പിന്മാറണം. ഈ വിഷയത്തിൽ ഇത് രണ്ടും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ വിഷയം സ്ത്രീകൾ നൽകുന്ന കേസിനെ സംബന്ധിച്ചുള്ളതാണ്. സ്ത്രീകളുടെ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തി കേസെടുക്കുമ്പോൾ സ്ത്രീകൾ ഒന്ന് ചിന്തിക്കണം, അത് അവർക്ക് ഒരു പ്രത്യേക അവകാശം അനുവദിച്ച് തന്നിരിക്കുന്നതാണെന്ന്. കുറച്ചു നാളുകൾക്ക് മുമ്പ് കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട്ടിൽ തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്നും വന്ന് പലചരക്ക് കച്ചവടം നടത്തുന്ന ഒരു മാന്യനായ വ്യക്തി ഉണ്ടായിരുന്നു. അടുത്ത ഗ്രാമത്തിൽ നിന്നും അയാൾ അവിടെ വന്ന് കച്ചവടം ചെയ്യുന്നതിൽ ആ ഗ്രാമത്തിലെ പലചരക്ക് കച്ചവടക്കാർക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളും അയാളുടെ മേലുണ്ടായിരുന്നു. അതിനിടയിലാണ് ഒരു തമിഴ് സ്ത്രീ ഇയാളുടെ കടയിൽ പലചരക്ക് വാങ്ങാൻ വന്നത്. സ്ത്രീ വിളിച്ചു പറയുന്നതനുസരിച്ച് ഓരോ ഐറ്റവും തൂക്കി എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കടക്കാരൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ തമിഴ് സ്ത്രീ ഓരോരോ സാധനങ്ങൾ മോഷ്ടിച്ച് അവരുടെ സ്വകാര്യതയിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. കടക്കാരൻ പെട്ടെന്ന് മോഷണ വസ്തുവിനോടൊപ്പം ഇവരുടെ കയ്യിൽ കയറി പിടിച്ചു. വർഷങ്ങളായി സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന മുതലാണ് ഇവർ മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ആ സ്ത്രീ ഉറക്കെ അലറി വിളിക്കാൻ തുടങ്ങി. ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ഇവളുടെ കൂട്ടുകാരായ കുറെ തമിഴന്മാർ ഓടിയെത്തി. പോലീസ് കേസായി. യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ പള്ളിക്കത്തോട് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. പോലീസുകാർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം യാഥാർത്ഥ്യം എന്താണെന്ന്. സ്ഥല MLA പോലീസുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ എന്താ സാറേ ചെയ്യുന്നത്, നിയമം അങ്ങനെയല്ലേ എന്ന്. ഇതിനിടയിൽ പലരും മധ്യസ്ഥ ശ്രമമായി വന്നു. കുറച്ച് പണം ഈ സ്ത്രീക്ക് നൽകിയാൽ കേസ് പിൻവലിക്കാമെന്ന്. വിദേശത്തുള്ള മക്കൾ പണം കൊടുത്താണേലും അപ്പനെ ജയിലിൽ നിന്ന് ഇറക്കണം എന്ന ആഗ്രഹത്തോട് അപ്പനോട് സംസാരിച്ചു. എനിക്കും ഈ നാട്ടിലുള്ള മുഴുവൻ പേർക്കും അറിയാം ഇത് സംഭവിച്ചതല്ലെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊടുത്ത് ജയിലിൽ നിന്ന് ഇറങ്ങുവാൻ ഞാൻ തയ്യാറല്ലെന്ന് അയാൾ പറഞ്ഞു. ഞാൻ കുറ്റവാളിയല്ലെന്ന് നിയമത്തിന് എപ്പോൾ ബോധ്യപ്പെടുന്നുവോ അപ്പോഴേ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഏതാണ്ട് 58 ദിവസം പിന്നിട്ടു. ജയിലിൽ കിടന്ന ഇയാൾ പിന്നീട് മോചിതനായി. കടയും പൂട്ടി വീട്ടിലിരിപ്പാണ്. പിന്നെ ആ കട തുറന്നിട്ടേയില്ല. പലപ്പോഴും സ്ത്രീകളുടെ ആരോപണങ്ങളും പരാതികളും വരുമ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളാണ് കൂടുതൽ നടക്കുന്നതെന്ന് പറയാതെ പോകുന്നത് ശരിയല്ല. ഇതിനും ഒരു പരിഹാരം ഉണ്ടാവണം. തെറ്റായി പരാതി നൽകുകയും അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ വാർത്തകൾ നൽകുകയും ചെയ്യുന്നവരുടെ പേരിൽ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകണം. മാനം പെണ്ണിന്റെ മാത്രം കുത്തകയല്ല. ബോബി ചെമ്മണ്ണൂരിനെതിരെ നൽകിയിരിക്കുന്ന പരാതിയിൽ നടിയെ കുന്തി ദേവിയോട് ഉപമിച്ചു എന്നുള്ളത് മാത്രമാണ് തെറ്റെങ്കിൽ അത് മുന്നോട്ട് പോകാൻ കൊള്ളാവുന്ന കാര്യമല്ല. സഹനത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമായിരുന്നു കുന്തി ദേവി. അശ്ലീലമായി നാളിതുവരെ കുന്തി ദേവി എന്ന വാക്ക് ആർക്കും തോന്നിയിട്ടുമില്ല. അതിനപ്പുറത്തേക്ക് ഒരു മാനം ഉണ്ടെങ്കിൽ തീർച്ചയായും ബോബി ചെമ്മണ്ണൂരിനോട് ചെയ്തത് ശരിയാണ്. സ്ത്രീകളോട് മാന്യത കാണിക്കേണ്ടത് നിയമപരമായും ധാർമ്മികപരമായും ഉള്ള മര്യാദയാണെങ്കിൽ അതേ മര്യാദ തിരിച്ചു കിട്ടാൻ പുരുഷന്മാർക്കും അവകാശമുണ്ട്. പരേതനായ മുൻ MP ജോർജ് ഈഡൻ, അദ്ദേഹം 1997 വനിതകളുടെ ഒരു സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം ഒന്ന് സൂചിപ്പിക്കാം. സ്ത്രീപീഡനമല്ല ഇവിടെ നടക്കുന്നത്,
പുരുഷപീഡനമാണ് ഇവിടെ നടക്കുന്നത്. ജീവനോടെ ആ യോഗത്തിൽ നിന്ന് ഇറങ്ങി പുറത്തു വന്ന ജോർജ് ഈഡന് ഇന്നത്തെ കുതിരപ്പവൻ